ഹേ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്ലീപ് ടൈൽസ്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ദ സീ ബീസ്റ്റ് എന്ന മൂവിയാണ്. അപ്പോൾ നമുക്ക് മൂവിയിലോട്ട് കടക്കാട്ടോ. രാത്രിയിൽ അനാഥാലയത്തിലെ മുറിയിൽ മേഴ്സി തന്റെ കൂട്ടുകാരോട് വീണ്ടും കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടലിൽ സഞ്ചരിച്ച് ഭീകരമായ കടൽ ജീവികളെ വേട്ടയാടുകയും കപ്പലുകളെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ധീരരായ കടൽ വേട്ടക്കാരുടെ കഥയാണ് അവൾ പറയുന്നത്. പക്ഷെ കഥയ്ക്കിടയിൽ കെയർടേക്കർ എത്തി എല്ലാവരോടും ഉറങ്ങാൻ പറയുന്നതോടെ മേഴ്സിക്ക് നിർത്തേണ്ടി വരുന്നു. അവൾ ആ സ്ത്രീ മുറിയിൽ നിന്ന് പോകുന്നത് വരെ കാത്തിരിക്കുന്നു. പിന്നെ തന്റെ അഡ്വഞ്ചർ ഗിയർ എടുത്ത് ഒരു അലമാരയുടെ സഹായത്തോടെ ജനലടുത്തേക്ക് കയറുന്നു. അങ്ങനെ ആരും അറിയാതെ മേഴ്സി വീണ്ടും ഒരു സാഹസിക യാത്രക്കായി പുറത്തേക്കിറങ്ങി. അടുത്ത ദിവസം കടലിൽ ഇൻഎവിറ്റബിൾ എന്ന കപ്പലിൽ സഞ്ചരിക്കുകയാണ് ജേക്കബ്. മുന്നിൽ കുറച്ച് കിലോമീറ്റർ അകലെയായി ഒരു ഭീകരമായ കടൽ ജീവിയെ കണ്ടതായി അവന് വിവരം ലഭിച്ചു. അത് തന്റെ കണ്ണ് നഷ്ടപ്പെടാനിടയായ അതേ റെഡ് ബ്ലസ്റ്റർ ആണെന്ന് ക്യാപ്റ്റൻ ക്രോ ഉറപ്പിച്ചു പറയുന്നു. അപ്പോഴാണ് ജിം നിക്കർബോൺ സഞ്ചരിക്കുന്ന കപ്പൽ മറ്റൊരു ഭീകരമായ ബ്രിക്കിൾബാക്ക് ജീവിയുടെ ആക്രമണത്തിൽപ്പെട്ടതായി അവർ കാണുന്നത്. റെഡ് ബ്ലസ്റ്ററിനെ വേട്ടയാടാനുള്ള വലിയ അവസരം മുന്നിലുണ്ടായിരുന്നെങ്കിലും ജേക്കബിന്റെ ഉപദേശം കേട്ട് ക്രോ ആദ്യം നിക്കർബോണിന്റെ കപ്പലിനെ രക്ഷിക്കാൻ തീരുമാനിക്കുന്നു. കട്ടിയുള്ള മൂടൽമഞ്ഞിനുള്ളിലേക്ക് ഇൻഎവിറ്റബിൾ കടന്നു ചെല്ലുമ്പോൾ നിക്കർബോണിന്റെ കപ്പലിലെ ആളുകളെ ആ ഭീകരജീവി ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഎവിറ്റബിൾ കോമ്പാറ്റ് സോണിലേക്ക് എത്തുന്നതോടെ ഒരു ഫ്ലയർ വെടിവെച്ച് ജീവിയുടെ ശ്രദ്ധ തങ്ങളിലേക്ക് അവർ തിരിക്കുന്നു. ഇനി യഥാർത്ഥ പോരാട്ടമാണ് തുടങ്ങുന്നത്. ജേക്കബും മറ്റു വേട്ടക്കാരും കപ്പലിന്റെ വശങ്ങളിലുള്ള കയറുകളിൽ പിടിച്ച് തൂങ്ങി നിൽക്കുന്നു. ക്യാപ്റ്റൻ ക്രോയുടെ ഉത്തരവ് കിട്ടിയതോടെ കനോൺസ് തുടർച്ചയായി വെടിയുതിർക്കുന്നു. പിന്നാലെ നിരവധി അമ്പുകളും ജീവിയുടെ നേരെ പാഞ്ഞു ചെല്ലുന്നു. പക്ഷേ ജീവി പെട്ടെന്ന് കടലിന്റെ അടിയിലേക്ക് മുങ്ങുന്നു. ജേക്കബ് ഉടൻ കപ്പലിന്റെ സെയിലിലേക്ക് കയറുകയും അതിന്റെ സ്ഥാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു ബോയ് ഘടിപ്പിച്ച ഹാർപൂൺ എറിയുകയും ചെയ്യുന്നു. എന്നാൽ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ജേക്കബിന് എന്തോ സംശയം തോന്നി. ബോയിന്റെ ചുറ്റും പക്ഷികളൊന്നും പറക്കുന്നില്ല. പകരം സീഗൾസ് എല്ലാം കപ്പലിന്റെ മുകളിലാണ്. അതിന്റെ അർത്ഥം ജേക്കബിന് മനസ്സിലാകുന്നു. ജീവി കപ്പലിന്റെ താഴെ തന്നെയാണുള്ളത്. അടുത്ത നിമിഷം ആ വലിയ ജീവി വെള്ളത്തിന്റെ അടിയിൽ നിന്നും ഭീകരമായി പുറത്തേക്ക് ചാടി. അതിന്റെ ശക്തമായ ആക്രമണത്തിൽ ഇൻഎവിറ്റബിൾ ഒരു വശത്തേക്ക് മറിഞ്ഞു പോകുന്നു. നിരവധി സെയിലേഴ്സ് കടലിലേക്ക് തിരിച്ചു വീണു. ജീവി തന്റെ ടെന്റക്കിൾസ് ഉപയോഗിച്ച് ഓരോ സെയിലറിനെയും പിടിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ ക്രോയും ജേക്കബും അതിനെ തടയാൻ വേണ്ടി ശ്രമിക്കുന്നു. ചുറ്റും നടക്കുന്ന ഈ ബഹളങ്ങൾക്കിടയിലും ജേക്കബ് കൂട്ടുകാരെ ഓരോരാളായി രക്ഷിക്കാൻ വേണ്ടി ഓടുന്നു. അവസാനം അവനൊരു ഹാർപൂൺ ജീവിയുടെ തലയിലേക്ക് കുത്തിയിറക്കി. അതോടെ ആ ജീവി കപ്പലിനെ വിട്ട് കടലിലേക്ക് മുങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞെന്ന് ജേക്കബ് കരുതിയ നിമിഷം ഒരു വലിയ ടെന്റക്കിൾ അവനെ ശക്തമായി അടിക്കുന്നു. ജേക്കബ് വായുവിലേക്ക് തെറിച്ച് നേരെ കടലിലേക്ക് വീണു. ആ ജീവി അവനെ വിഴുങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജേക്കബ് ജീവൻ രക്ഷിക്കാനായി ശക്തമായി നീന്തി. ഒടുവിൽ അവൻ ജീവിയുടെ പുറത്ത് വീഴുകയും അതിന്റെ കാരപ്പേഴ്സിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അവസരം മുതലെടുത്ത ജേക്കബ് തന്റെ കത്തിയെടുത്ത് ജീവിയുടെ പുറത്തു കുത്തുന്നു. അതോടെ റെഡ് ബ്ലസ്റ്റർ ശക്തമായി ഉയർന്ന് തന്റെ ശരീരം തിരിക്കുമ്പോൾ അതിന്റെ നെഞ്ച് കപ്പലിന് നേരെ തുറന്നു കാണുന്നു. അത് കണ്ട ക്യാപ്റ്റൻ ക്രോ ഒരു നിമിഷം പോലും വൈകാതെ ജീവിയുടെ നേരെ ഓടി എത്തി ചാടി തന്റെ സ്പിയർ അതിന്റെ വൈറ്റൽ പോയിന്റിലേക്ക് കുത്തിയിറക്കുന്നു. അവസാനം ആ ഭീകരജീവി തകർന്നു വീഴുന്നു. അത് മരിച്ചെന്ന് കരുതി ക്രോ അതിന്റെ കൊമ്പിന്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് കോമ്പാറ്റ് ട്രോഫിയായി സൂക്ഷിക്കുന്നു. പക്ഷേ ജീവിയിൽ ഇനിയും ജീവൻ ബാക്കിയുണ്ടായിരുന്നു. പെട്ടെന്നൊരു ടെന്റക്കിൾ ക്രോയെ പിടിച്ച് കടലിന്റെ ഇരുണ്ട അടിത്തട്ടിലേക്ക് വലിച്ചിറക്കുന്നു. എങ്കിലും ക്യാപ്റ്റൻ അത്ഭുതകരമായി അവിടെ രക്ഷപ്പെടുന്നു. ആ മോൺസ്റ്ററിനെ കൊല്ലാൻ കഴിയാതെ പോയതിൽ ക്രോ നിരാശനാകുന്നു. കപ്പൽ തകർന്നതിനാൽ ഇനി ആ ജീവിയെ വേട്ടയാടാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഹോംവാർഡ് റൂട്ട് എടുക്കാൻ അവൻ ഉത്തരവിടുന്നു. പിന്നീട് ക്യാപ്റ്റൻ ക്രോ ജേക്കബിനെ തന്റെ മുറിയിലേക്ക് വിളിക്കുന്നു. ഇത്രയും കാലം നൽകിയ സഹായത്തിന് അവൻ ജേക്കബിനോട് നന്ദി പറയുന്നു. മാത്രമല്ല ഒരു കാര്യം തനിക്ക് ഉറപ്പാണെന്നും പറയുന്നു. ഒരിക്കൽ റെഡ് ബ്ലസ്റ്ററിനെ പിടികൂടിയാൽ തന്റെ ക്യാപ്റ്റൻ ജീവിതം അവസാനിപ്പിക്കുമെന്നും അതിനുശേഷം ഇൻഎവിറ്റബിൾ കപ്പലിന്റെ കമാൻഡ് ജേക്കബ് ഏറ്റെടുക്കണമെന്നും ക്രോ പറയുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് കടലിൽ ഷിപ്രക്കായി കിടന്ന ഒരു ചെറിയ ബാലനായി ജേക്കബിനെ കണ്ടെത്തിയത് താനായിരുന്നു. അന്നു തന്നെ വിധി തനിക്കൊരു മകനെ തന്നുവെന്ന് ക്രോ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ക്യാപ്റ്റനാകാൻ പോകുന്ന അടുത്ത വ്യക്തി ജേക്കബ് ആണെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇതിനിടെ ഇൻഎവിറ്റബിൾ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. കടലിലെ ഏറ്റവും പ്രശസ്തമായ മോൺസ്റ്റർ ഹണ്ടിംഗ് കപ്പൽ തിരിച്ചെത്തിയതോടെ നഗരം മുഴുവൻ ആഘോഷത്തിലാണ്. ജനങ്ങൾ പാട്ടും നൃത്തവുമായി സൈലേഴ്സിനെ സ്വീകരിക്കുന്നു. ആ ജനക്കൂട്ടത്തിനിടയിൽ മേഴ്സിയും ഒളിച്ചെത്തുന്നു. അവൾ എല്ലാവരെയും പിന്തുടർന്ന് ആഘോഷ സ്ഥലത്തെത്തി. ഒടുവിൽ ഒരു ബാറിന്റെ ജനലിലൂടെ ജേക്കബിനെ കാണുന്നു. ജേക്കബിനെ കണ്ടതോടെ അവൾ ആവേശത്തോടെ താൻ അവന്റെ വലിയ ഫാനാണെന്നും തന്റെ മാതാപിതാക്കളും ധീരരായ മോൺസ്റ്റർ ഹണ്ടേഴ്സ് ആയിരുന്നെന്നും അവർ മൊണാർക്ക് കപ്പലിനു വേണ്ടി പോരാടിയിരുന്നെന്നും മേഴ്സി പറയുന്നു. മേഴ്സിയുടെ ധൈര്യവും സംസാരിക്കുന്ന രീതിയും ജേക്കബിന് ഇഷ്ടപ്പെടുന്നു. പക്ഷേ അടുത്ത നിമിഷം അവൾ ഒരു വലിയ കാര്യം വെളിപ്പെടുത്തുന്നു. അടുത്ത മോൺസ്റ്റർ ഹണ്ടിംഗ് യാത്രയിൽ അവരോടൊപ്പം പോകാനായി താൻ അനാഥാലയത്തിൽ നിന്നും ഓടിപ്പോയതാണെന്നും അവൾ പറയുന്നു.
കടൽവേട്ട കുട്ടികൾക്കുള്ള സ്ഥലമല്ലെന്ന് ജേക്കബ് ഉടനെ തന്നെ അവളോട് പറയുന്നു. പക്ഷേ മേഴ്സി പിന്മാറുന്നില്ല. താൻ ക്യാപ്റ്റനോട് തന്നെ ചോദിക്കുമെന്നും അവൾ വാശി പിടിക്കുന്നു. അവസാനം ജേക്കബ് അവളെ എടുത്തൊരു വാഗണിൽ കയറ്റി വീണ്ടും അനാഥാലയത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ആളുകളോട് ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസം ക്യാപ്റ്റൻ ക്രോയും സംഘവും റോയൽ പാലസിലേക്ക് എത്തുന്നു. കഴിഞ്ഞ യാത്രയിൽ കൊന്ന കടൽ ജീവിയുടെ വലിയ കൊമ്പ് അവർ രാജാവിന് കൈമാറുന്നു. രാജാവ് അവർക്ക് വലിയൊരു റിവാർഡ് പ്രഖ്യാപിച്ചെങ്കിലും പ്രധാന ദൗത്യം റെഡ് ബ്ലസ്റ്ററിനെ കൊല്ലുക എന്നതാണ്. പക്ഷേ അതവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് രാജാവ് തന്റെ പുതിയ ആയുധം കാണിക്കുന്നത്. റോയൽ നാവിയുടെ പുതിയ കൊളോസൽ ഷിപ്പായ ഇംപറേറ്റർ. ഇനി മുതൽ കടൽ ജീവികളെ വേട്ടയാടാനുള്ള ഉത്തരവാദിത്തം നേവി ഏറ്റെടുക്കുമെന്നും ക്യാപ്റ്റൻ ക്രോയുടെ സേവനം ഇനി ആവശ്യമില്ലെന്നും രാജാവ് പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ട് ക്യാപ്റ്റൻ ക്രോ പൊട്ടിത്തെറിക്കുന്നു. ആ പുതിയ കപ്പലിലെ വെപ്പൺസ് ഒന്നിനും പ്രയോജനമില്ലെന്നും നേവി ജനറൽ ഒരു വേർത്ത്ലെസ് ആളാണെന്നും അവൻ തുറന്നു പറയുന്നു. സ്ഥിതി കൂടുതൽ വഷളാകുന്നതിന് മുമ്പ് ജേക്കബ് ഇടപെടുന്നു. രണ്ട് കപ്പലുകൾ തമ്മിൽ ഒരു മത്സരം നടത്താമെന്ന് അവൻ രാജാവിനോട് നിർദ്ദേശിക്കുന്നു. ഇൻഎവിറ്റബിളും ഇംപറേറ്ററും റെഡ് ബ്ലസ്റ്ററിനെ ആദ്യം വേട്ടയാടാനുള്ള റേസ്. ആരാണ് തോൽക്കുന്നത് അവരുടെ കപ്പൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. രാജാവ് ആ ചലഞ്ച് സ്വീകരിക്കുന്നു. അങ്ങനെ വീണ്ടും കടലിലേക്ക് യാത്ര തുടങ്ങുന്നു. റെഡ് ബ്ലസ്റ്ററിന്റെ തോൽ വളരെ കട്ടിയുള്ളതായിരിക്കുമെന്ന് ജേക്കബ് കണക്ക് കൂട്ടുന്നു. അതിനാൽ സാധാരണ ആരോസ് കൊണ്ട് കാര്യമില്ലെന്നും ഫയർ ബോംസും നീളമുള്ള സ്പീയേഴ്സും ഉപയോഗിക്കേണ്ടി വരുമെന്നും അവൻ പറയുന്നു. ക്യാപ്റ്റൻ ക്രോ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. ഇനി അവർ ഡ്രാഗ്മോർ സീക്കപ്പുറം ഇതുവരെ മനുഷ്യർ സഞ്ചരിച്ചിട്ടില്ലാത്ത വെള്ളത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അവിടെ നേരിടേണ്ടി വരുന്നത് മനുഷ്യരുടെ ഇമാജിനേഷന് പോലും അതീതമായ അപകടങ്ങളായിരിക്കും. എല്ലാവരും യാത്ര തുടങ്ങുന്നതിന്റെ സന്തോഷത്തിൽ ഡ്രിങ്ക് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു ബാരലിന് എന്തോ പ്രശ്നമുണ്ടെന്ന് ജേക്കബിന് തോന്നുന്നത്. അവൻ ബാരൽ ഉയർത്തി നോക്കിയപ്പോൾ അകത്ത് ആരാണെന്ന് കണ്ടതോടെ ഞെട്ടിപ്പോയി. അത് നമ്മുടെ മേഴ്സി ആയിരുന്നു. വീണ്ടും അവൾ എല്ലാവരെയും മറികടന്ന് കപ്പലിൽ കയറിയിരിക്കുന്നു. മേഴ്സി അത്യന്തം എക്സൈറ്റഡ് ആണ്. ക്യാപ്റ്റൻ ക്രോയുടെ മുഴുവൻ കഥയും അവൾക്കറിയാം. അവളുടെ ധൈര്യം കണ്ട ക്രോ പോലും അത്ഭുതപ്പെടുന്നു. അവസാനം ക്രോ സാറയോട് മേഴ്സിക്ക് കപ്പലിൽ താമസിക്കാൻ സ്ഥലമൊരുക്കാൻ വേണ്ടി പറയുന്നു. ഇനി മേഴ്സിയും ഇൻഎവിറ്റബിളിലെ ക്രൂ മെമ്പറാണ്. സാറ അവൾക്കൊരു നൈഫ് കൊടുക്കുന്നു. പക്ഷേ അതോടൊപ്പം ഒരു കർശനമായ മുന്നറിയിപ്പ് നൽകി. ക്രോയുടെ കമാൻഡ്സ് പൂർണ്ണമായും അനുസരിക്കണം, അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് വളരെ സീരിയസ് ആയിരിക്കും. സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇൻഎവിറ്റബിൾ ഭയാനകമായ ഡ്രാഗ്മോർ സീയിലേക്ക് പ്രവേശിക്കുന്നു. റെഡ് ബ്ലസ്റ്ററിനെ ആകർഷിക്കാൻ വേണ്ടി അവർ ഫ്ലയേഴ്സ് കടലിലേക്ക് എറിയുന്നു. മേഴ്സി ആകട്ടെ തന്റെ പുതിയ നൈഫ് നോക്കി ആവേശത്തിലാണ്. ഒടുവിൽ റെഡ് ബ്ലസ്റ്ററിനെ കണ്ടെത്തി തോൽപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ അവൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ക്യാപ്റ്റൻ ക്രോ അവളോട് ഉറങ്ങാൻ പോകാൻ വേണ്ടി ഉത്തരവിടുന്നു. മേഴ്സിയിൽ താൻ ചെറുപ്പത്തിൽ കണ്ടിരുന്ന അതേ ഹണ്ടർ ഇൻസ്റ്റിക്ട് ഉണ്ടെന്ന് ക്രോയ്ക്ക് മനസ്സിലായി. അപ്പോഴാണ് കപ്പലിന്റെ ഡെക്ക് ശക്തമായി കുലുങ്ങി തുടങ്ങുന്നത്. അതെ, അത് വന്നെത്തിയിരിക്കുന്നു റെഡ് ബ്ലസ്റ്റർ. എല്ലാ സെയിലേഴ്സും കോമ്പാറ്റിന് തയ്യാറെടുക്കുന്നു. ഹാർപൂണ് സ്ഥാനമെടുക്കുന്നു. ആകാശത്ത് പക്ഷികൾ കൂട്ടമായി പറന്നെത്തുന്നു. അടുത്ത നിമിഷം കടൽ പൊട്ടിത്തെറിക്കുന്നത് പോലെ റെഡ് ബ്ലസ്റ്റർ വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്നു. അവിടെ ഒരു വലിയ പോരാട്ടം തന്നെ ആരംഭിക്കുന്നു. റെഡ് ബ്ലസ്റ്റർ കപ്പലിന്റെ നേരെ പാഞ്ഞെടുക്കുകയാണ്. ജേക്കബ് ഉടൻ ഫയർ ബോംബ്സ് തയ്യാറാക്കാൻ ക്രോയിന് നിർദ്ദേശം നൽകി. ഭീമൻ ജീവി കപ്പലിന് മുകളിലൂടെ ചാടിയെത്തുമ്പോൾ കനോൺസ് അതിന്റെ നേരെ തുടർച്ചയായി വെടിയുതിർക്കുന്നു. പക്ഷേ അതൊന്നും റെഡ് ബ്ലസ്റ്ററിനെ തടയുന്നില്ല. ജീവി നേരെ കപ്പലിന്റെ മുൻഭാഗത്തേക്ക് ഇടിച്ചു കയറുന്നു. ഹാർപൂൺസ് ഒന്നിനു പിറകെ ഒന്നായി അതിന്റെ ശരീരത്തിൽ കുത്തിയിറങ്ങി. കയറുകൾ ഉപയോഗിച്ച് ജീവിയെ കപ്പലുമായി ബന്ധിപ്പിച്ചതോടെ റെഡ് ബ്ലസ്റ്റർ ഇൻഎവിറ്റബിളിനെ വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. കപ്പലിന്റെ സെയിൽസ് പൂർണ്ണമായും തുറന്നിട്ടും അതിന്റെ വേഗത കുറയുന്നില്ല. മറിച്ച് റെഡ് ബ്ലസ്റ്റർ കൂടുതൽ ശക്തിയായി കപ്പലിനെ കടലിലൂടെ വലിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് ജീവി സ്വന്തം ശരീരം വട്ടത്തിൽ കറക്കാൻ തുടങ്ങി. അതോടെ കടലിൽ വലിയൊരു വോർട്ടക്സ് രൂപപ്പെടുന്നു. വെള്ളം ഭീകരമായി ചുഴിയെടുക്കുന്നതോടെ കപ്പൽ ശക്തമായി ആടിയുലയുന്നു. സെയിലേഴ്സ് പലരും നിലതെറ്റി വീഴുന്നു. ജേക്കബ് ഉടൻ ക്യാപ്റ്റൻ ക്രോയോട് മുന്നറിയിപ്പ് നൽകി. ഈ രീതിയിൽ പോയാൽ കപ്പലിന് പിടിച്ചു നിർത്താനാകില്ലെന്നും ജീവിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റോപ്സ് ഉടൻ അഴിച്ചുവിടണമെന്നും അവൻ പറയുന്നു. പക്ഷേ ക്രോ പിന്മാറാൻ തയ്യാറല്ല. റെഡ് ബ്ലസ്റ്ററിനെ വിട്ടുകൊടുക്കാൻ അവന് യാതൊരു ഉദ്ദേശവുമില്ല. അപ്പോഴാണ് മേഴ്സി ജീവിയെ വളരെ അടുത്തുനിന്ന് കാണുന്നത്. കപ്പലിലെ സെയിലേഴ്സ് ഓരോരുത്തരും അപകടത്തിൽപ്പെടുന്നത് അവൾ കാണുന്നു. എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാതെ അവൾ തന്റെ നൈഫ് എടുത്ത് റോപ്സ് മുറിക്കാൻ തുടങ്ങുന്നു. അത് കണ്ട ക്രോ കോപത്തോടെ അവളോട് നിർത്താൻ ആജ്ഞാപിച്ചു. തന്റെ കമാൻഡ് അനുസരിക്കാത്തതിന് അവളെ ശിക്ഷിക്കുമെന്ന് പോലും അവൻ ഭീഷണിപ്പെടുത്തി. ജേക്കബ് മേഴ്സിയെ തടയാൻ വേണ്ടി ഓടിയെത്തി. എന്നാൽ അടുത്ത നിമിഷം തന്നെ മേഴ്സിയാണ് ശരിയെന്ന് അവൻ മനസ്സിലാക്കി. കപ്പലിനെ രക്ഷിക്കാൻ റോപ്സ് മുറിക്കാതെ വഴിയില്ല. അതുകൊണ്ട് ജേക്കബ് അവളെ തടയാതെ റോപ്സ് മുറിക്കാൻ അനുവദിച്ചു. അവസാനത്തെ റോപ്പും കൂടി പൊട്ടുന്നു. റെഡ് ബ്ലസ്റ്ററിൽ നിന്നുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ഇൻഎവിറ്റബിൾ വീണ്ടും നേരെയാകുന്നു. പക്ഷേ അതിനിടയിൽ ജേക്കബും മേഴ്സിയും കടലിലേക്ക് തെറിച്ചു വീണു. ഇരുവരും വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ അവരുടെ മുന്നിൽ അതാ റെഡ് ബ്ലസ്റ്റർ. ഭീമൻ ജീവിയും ഇവരും ഫേസ് ടു ഫേസ്. എന്നാൽ റെഡ് ബ്ലസ്റ്റർ അവരെ ആക്രമിക്കുന്നില്ല. പകരം അത് പതുക്കെ വീണ്ടും കടലിന്റെ അടിത്തട്ടിലേക്ക് നീങ്ങിപ്പോയി. ജേക്കബും മേഴ്സിയും എങ്ങനെയൊരു ചെറിയ ബോട്ടിൽ കയറി. അപ്പോഴേക്കും ക്യാപ്റ്റൻ ക്രോ അവരെ കണ്ടെത്തി. കയ്യിൽ ഗൺ പിടിച്ച് അവൻ ജേക്കബിനോട് ആ ചെറിയ ട്രൈറ്ററിനെ കൈമാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അതിനു മുമ്പേ റെഡ് ബ്ലസ്റ്റർ അവരുടെ താഴെ നിന്ന് പെട്ടെന്ന് ഉയർന്നു വന്നു. ഒരു നിമിഷം കൊണ്ട് ആ ചെറിയ ബോട്ട് മുഴുവനായും വിഴുങ്ങി.
ജേക്കബും മേഴ്സിയും നേരെ ജീവിയുടെ വായ്ക്കുള്ളിൽ പെട്ടു. അകത്ത് ഇരുട്ടായതിനാൽ ജേക്കബ് ഒരു ലാമ്പ് കത്തിക്കുന്നു. അപ്പോഴാണ് അവർ എവിടെയാണെന്ന് മനസ്സിലാകുന്നത്. അവർ റെഡ് ബ്ലസ്റ്ററിന്റെ വായ്ക്കുള്ളിലാണ്. പക്ഷേ ജേക്കബ് ഭയന്നു നിൽക്കുന്നില്ല. മറിച്ച് ജീവിയുടെ ശരീരത്തിനുള്ളിൽ എന്താണെന്ന് അന്വേഷിക്കാൻ അവൻ തീരുമാനിച്ചു. തന്റെ സ്പിയർ ഉപയോഗിച്ച് ജീവിയുടെ ഉള്ളിലെ ഭിത്തികളിൽ പിടിച്ചുകൊണ്ട് ജേക്കബ് മുകളിലേക്ക് കയറി. മേഴ്സിയെയും ഒരു റോപ്പ് ഉപയോഗിച്ച് തന്നോട് ബന്ധിപ്പിച്ചാണ് അവൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ കയറി മേഴ്സിക്ക് മനസ്സിലാകുന്നു അവർ ജീവിയുടെ നോസ്ട്രൽസിന്റെ അടുത്തെത്തിയിരിക്കുന്നു. അവിടെ നിന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് വിശാലമായ കടൽ കാണാൻ കഴിഞ്ഞു. അപ്പോഴാണ് റെഡ് ബ്ലസ്റ്റർ വീണ്ടും കടലിന്റെ മുകളിലേക്ക് ഉയർന്നു വരുന്നത്. മുന്നിൽ ഒരു ദ്വീപ് കാണാം. ജേക്കബ് ഉടൻ ഒരു തീരുമാനമെടുക്കുന്നു. ഇനി ഈ അവസരം ഉപയോഗിച്ച് ജീവിയെ കൊല്ലണം. പക്ഷേ മേഴ്സിയുടെ റോപ്പ് അഴിക്കാൻ ശ്രമിക്കുന്നതിനിടെ ജേക്കബിന്റെ സ്പിയർ റെഡ് ബ്ലസ്റ്ററിന്റെ മൂക്കിന്റെ ഉള്ളിൽ തട്ടിപ്പോയി. ജീവി പെട്ടെന്ന് ശക്തമായി തുമ്മുന്നു. ആ ഒരു തുമ്മലിൽ ജേക്കബ് ദൂരേക്ക് തെറിച്ചുപോയി. എങ്കിലും അവൻ റോപ്പിൽ തന്നെയാണ് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വിചിത്രമായ ബഞ്ചി ജമ്പ് പോലെ അവൻ താഴേക്കും മുകളിലേക്കും ആടി തുടങ്ങി. ഒടുവിൽ ജേക്കബ് ഒരു തെങ്ങിൽ പിടിച്ചു നിൽക്കുന്നു. അവന്റെ മുന്നിൽ റെഡ് ബ്ലസ്റ്റർ. ഇരുവരും നേരിട്ട് പരസ്പരം നോക്കി നിൽക്കുകയാണ്. ജീവിയുടെ മൂക്കിൽ ഇപ്പോഴും റോപ്പ് കിടക്കുന്നത് റെഡ് ബ്ലസ്റ്റർ ശ്രദ്ധിക്കുന്നു. അത് മേഴ്സിയെ വലിച്ചെടുക്കുന്നു. മേഴ്സി വായുവിലൂടെ സ്വിംഗ് ചെയ്ത് ഒടുവിൽ റെഡ് ബ്ലസ്റ്ററിന്റെ പല്ലുകൾക്കിടയിൽ ഒരു കാലിൽ മാത്രം തൂങ്ങിക്കിടക്കുന്നു. പക്ഷേ അത്ഭുതകരമായി റെഡ് ബ്ലസ്റ്റർ അവളെ ആക്രമിക്കുന്നില്ല. അതിനിടയിൽ ജേക്കബ് റോപ്പിലൂടെ തിരിച്ചെത്തി തന്റെ സ്പിയർ ഉപയോഗിച്ച് ജീവിയുടെ കണ്ണിൽ കുത്താൻ ശ്രമിക്കുന്നു. മേഴ്സി അത് കണ്ട ഉടനെ തന്റെ നൈഫ് ഉപയോഗിച്ച് ജേക്കബിന്റെ റോപ്പ് മുറിച്ചു കളയുന്നു. ജേക്കബിന്റെ ആക്രമണം അവിടെ പരാജയപ്പെട്ടു. എന്നാൽ അവൻ പിന്മാറാൻ തയ്യാറല്ല. വീണ്ടും തന്റെ സ്പിയർ എടുക്കാനായി ജേക്കബ് റെഡ് ബ്ലസ്റ്ററിന്റെ അടുത്തേക്ക് ഓടി. അപ്പോഴാണ് റെഡ് ബ്ലസ്റ്റർ തന്റെ ഫ്ലിപ്പർ ശക്തമായി വെള്ളത്തിൽ അടിക്കുന്നത്. അതിന്റെ ശക്തിയിൽ കടൽ വെള്ളം ഒരു ഭീകരമായ സുനാമി പോലെ കരയിലേക്ക് പാഞ്ഞെത്തി. ജേക്കബ് ഒരു തെങ്ങിൽ പിടിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവന് ജീവിയെ ആക്രമിക്കാൻ കഴിയുന്നില്ല. റെഡ് ബ്ലസ്റ്റർ ആകട്ടെ ഈ പോരാട്ടത്തിലൊന്നും താല്പര്യമില്ലാത്തതുപോലെ അവരെ വിട്ട് കടലിലേക്ക് തന്നെ നീന്തിപ്പോയി. ജീവിയെ കൊല്ലണമെന്ന് തന്നെയാണ് ജേക്കബിന്റെ പ്ലാൻ. പക്ഷേ മേഴ്സിക്ക് ഇപ്പോൾ ഒരു സംശയമുണ്ട്. അത് തങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ഇരുവരും അതിനെക്കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് വിചിത്രമായ വലിയ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി ഇരുവരും ഉടൻ ഷെൽട്ടർ തേടുന്നു. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം വൈകുന്നേരമാകുമ്പോൾ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മേഴ്സിയും ജേക്കബും ഒരു വലിയ സ്നേൽ ഷെൽ കണ്ടെത്തി അതിനുള്ളിൽ ഷെൽട്ടർ എടുക്കുന്നു. ജേക്കബ് ഭക്ഷിക്കാനായി ചില ഫ്രൂട്ട്സ് കണ്ടെത്തി. പക്ഷേ വീണ്ടും ഇരുവരും തമ്മിൽ തർക്കം തുടങ്ങി. റെഡ് ബ്ലസ്റ്ററിനെ കൊല്ലുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ മേഴ്സിക്ക് ഇപ്പോഴും ഒരു സംശയമാണ്. അത് തങ്ങളെ ആക്രമിക്കാൻ പോലും ശ്രമിച്ചില്ല. പക്ഷേ ജേക്കബ് തന്റെ നിലപാട് മാറ്റാൻ തയ്യാറല്ല. അവന്റെ കണ്ണിൽ റെഡ് ബ്ലസ്റ്റർ ഇപ്പോഴും ഒരു മോൺസ്റ്റർ തന്നെയാണ്. അതേസമയം ഇൻഎവിറ്റബിൾ കപ്പലിൽ ക്യാപ്റ്റൻ ക്രൂ ജേക്കബ് മരിച്ചുവെന്ന് കരുതി രോഷാകുലനാണ്. സാര അവന്റെ അടുത്തേക്ക് എത്തി ഒരു മോശ വാർത്ത കൂടി പറഞ്ഞു. കപ്പലിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നവിറ്റബിൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവസ്ഥ കൈവിട്ടു പോകുന്നതോടെ ക്യാപ്റ്റൻ ക്രോ ഹണ്ടേഴ്സ്കോഡിന് വിരുദ്ധമായ ഒരു തീരുമാനമെടുത്തു. താൻ ആ ദ്വീപിലെ വിച്ചിനെ തേടി പോകുമെന്ന് അവൻ പ്രഖ്യാപിക്കുന്നു. അടുത്ത ദിവസം രാവിലെ മേഴ്സി ഉറക്കമുണരുമ്പോൾ ഒരു ചെറിയ നീലജീവി അവരുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഫ്രൂട്ട് മോഷ്ടിക്കുന്നത് കണ്ടു. മേഴ്സി അതിനെ പേടിപ്പിക്കാതെ പതുക്കെ അതിന്റെ അടുത്തേക്ക് പോയി. ആ ചെറിയ ജീവി ഓടി ഒളിക്കാൻ ശ്രമിച്ചു. പക്ഷേ മേഴ്സി സ്നേഹത്തോടെ അതിനൊരു ട്രീറ്റ് നൽകി. അവസാനം ആ ജീവി അവളോട് അടുത്തു. മേഴ്സി അതിനെ എടുത്തുയർത്തിയപ്പോഴാണ് അവളുടെ കാൽ എന്തിലോ തട്ടുന്നത്. താഴേക്ക് നോക്കിയപ്പോൾ അതൊരു എഗ്ഗാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ചുറ്റും നോക്കിയപ്പോൾ അവിടെ അനവധി എഗ്സ് കുഴിച്ചിട്ടിരിക്കുന്നതായി കാണുന്നു. അവൾ അറിയാതെ മോൺസ്റ്റർ എഗ്ഗിന്റെ നടുവിലാണ് നിൽക്കുന്നത്. അത് കണ്ട ജേക്കബ് മേഴ്സിയുടെ കയ്യിലുള്ള ചെറിയ ബ്ലൂ ക്രിയേച്ചറിനെ കാണുന്നു. അവൻ വളരെയേറെ ദേഷ്യപ്പെട്ടു. മേഴ്സിയെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ജേക്കബിന്റെ കാലും പല എഗ്സിന്റെ മുകളിലും പതിക്കുന്നു. എഗ്സ് ഒന്നിനു പുറകെ ഒന്നായി പൊട്ടി തുടങ്ങി. അതിനുള്ളിലെ ബേബി മോൺസ്റ്റേഴ്സ് പുറത്തു വന്നു. അവയുടെ കരച്ചിൽ മുഴുവൻ പ്രദേശത്തും നിറയുന്നു. മേഴ്സിയും ജേക്കബും ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ ബേബി ക്രേച്ചസിന്റെ കൂട്ടം അവരെ ചുറ്റി. അവ ഹാംലെസ് ആണെങ്കിലും അവയുടെ ശബ്ദം അവരുടെ അമ്മയുടെ ശ്രദ്ധയിലേക്ക് എത്തി. ഇരുവരും ഉടൻ ഒരു ചെറിയ സെയിൽ ബോട്ട് വെള്ളത്തിലേക്ക് തള്ളി. മേഴ്സി അവസാനമായി കയ്യിലുള്ള ചെറിയ ക്രേച്ചറിനെ അതിന്റെ അമ്മയുടെ നേരേക്ക് എറിഞ്ഞു. അത് കണ്ടതോടെ ആ ജീവി അവരുടെ പിന്നാലെയുള്ള ആക്രമണം നിർത്തി. പക്ഷെ അവർക്കൊരു നിമിഷം പോലും ആശ്വാസമില്ല. പെട്ടെന്നൊരു ഭീമൻ ക്രാബ് അവരുടെ ബോട്ടിനെ തന്റെ ക്ലോസ് ഉപയോഗിച്ച് പിടിച്ചെടുത്തു. അതിന്റെ വായിൽ നിറയെ മൂർച്ചയുള്ള പല്ലുകളായിരുന്നു. അത് ഇരുവരെയും വിഴുങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് റെഡ് ബ്ലസ്റ്റർ അവിടെ എത്തുന്നത്. റെഡ് ബ്ലസ്റ്ററിനെ കണ്ടതു മാത്രം ക്രാബ് നിശ്ചലമായി. പക്ഷേ അടുത്ത നിമിഷം രണ്ട് ഭീകരജീവികളും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെ ആരംഭിച്ചു. റെഡ് ബ്ലസ്റ്റർ തുടർച്ചയായി ക്രാബിനെ ആക്രമിക്കുന്നുണ്ട്. ക്രാബ് തന്റെ വലിയ പിൻസേഴ്സ് ഉപയോഗിച്ച് റെഡ് ബ്ലസ്റ്ററിന്റെ കൊമ്പ് പിടിച്ചെടുത്തു. അത് കണ്ട മേഴ്സി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ക്രാബിന്റെ ഷെല്ലിലേക്ക് ഓടിക്കയറി അതിന്റെ ഒരു കണ്ണിലേക്ക് നേരെ ചാടുന്നു. ആ ആക്രമണത്തിൽ ക്രാബ് റെഡ് ബ്ലസ്റ്ററിനെ വിട്ടുകളഞ്ഞു. പക്ഷേ മേഴ്സി ശക്തമായി വെള്ളത്തിലേക്ക് തെറിച്ചു വീണ് ബോധരഹിതയായി. ജേക്കബ് ഉടൻ തന്റെ ഹാർപ്പൂൺ ക്രാബിന്റെ ഒരു കാലിലേക്ക് എറിഞ്ഞു. റെഡ് ബ്ലസ്റ്റർ ആ അവസരം മുതലെടുത്ത് ക്രാബിനെ ശക്തമായി അകറ്റി. ജേക്കബ് മേഴ്സിയെ കുറിച്ച് പരിഭ്രാന്തനാകുന്നു. അവൾ എവിടെയാണെന്ന് അവൻ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ അവൾ വെള്ളത്തിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ അവൾ ഒറ്റയ്ക്കല്ല. ആ ചെറിയ ബ്ലൂ ക്രിയേച്ചറാണ് മേഴ്സിയെ സുരക്ഷിതമായി വെള്ളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പോൾ എല്ലാവരും സുരക്ഷിതരാണ്. പക്ഷേ ബോട്ട് തകരുന്നതിനാൽ ഇനി എങ്ങനെ വീട്ടിലേക്ക് മടങ്ങും എന്നതാണ് അടുത്ത പ്രശ്നം. മേഴ്സി റെഡ് ബ്ലസ്റ്ററിനെ വിളിക്കുന്നു.
ഫ്രൂട്ട്സും ആ ചെറിയ ബ്ലൂ ക്രിയേച്ചറും ഉപയോഗിച്ച് അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള സഹായം ചെയ്യണമെന്ന് ആംഗ്യങ്ങളിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് റെഡ് ബ്ലസ്റ്റർ അവളുടെ കാര്യം മനസ്സിലാക്കി. അത് ബോട്ട് തന്റെ തലയിൽ ഉയർത്തി അവരെ എല്ലാം സുരക്ഷിതമായി തുറന്ന കടലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഇനി ഒരു പ്രശ്നം മാത്രം, ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് ജേക്കബിന് റെഡ് ബ്ലസ്റ്ററിന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല. അതിനാൽ മേഴ്സി റോപ്പിൽ തൂങ്ങി കൈകൾ കൊണ്ട് പറക്കുന്നത് പോലെ ചലനങ്ങൾ കാണിച്ചു. അവളുടെ ആംഗ്യങ്ങൾ കണ്ട് റെഡ് ബ്ലസ്റ്ററിന്റെ ദിശ മനസ്സിലായി. അങ്ങനെ മേഴ്സി തന്നെ അവരുടെ പുതിയ ഗൈഡായി മാറി. അതേസമയം മറ്റൊരിടത്ത് ക്യാപ്റ്റൻ ക്രോ ഇതിനകം തന്നെ എല്ലാ സെയിലേഴ്സും ഭയപ്പെടുന്ന ഒരു ദ്വീപിലെത്തിയിരിക്കുകയാണ്. കടലിലെ ഏറ്റവും ഇരുണ്ട സ്ഥലങ്ങളിൽ ഒന്നായ ആ ദ്വീപിൽ അവനൊരു ഭയപ്പെടുത്തുന്ന സോസറസിനെ കാണുന്നു. അവളുടെ പേര് ഗ്വെയിൻ ബാറ്റർബി. ക്രോയെ ആ വിചിത്രമായ വൃത്ത ഒരു ഷെഡിലേക്ക് കൊണ്ടുപോയി. അവിടെ അവൾ തന്റെ പുതിയ ലെതൽ വെപ്പൺ കാണിക്കുന്നു. അതിന്റെ പേര് ഹാൻഡ് ഓഫ് കോഡ്. പക്ഷേ ആ ആയുധം സ്വന്തമാക്കാൻ ക്രോയ്ക്ക് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അതേസമയം റെഡ് ബ്ലസ്റ്ററിന്റെ മുകളിൽ യാത്ര തുടരുകയാണ് ജേക്കബും മേഴ്സിയും. ജേക്കബ് സ്പിയർ ഉപയോഗിച്ച് ചെറിയ ഫിഷുകളെ പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചെറിയ ടാർഗറ്റ്സിനെ ഹിറ്റ് ചെയ്യുന്നതിൽ അവന്റെ എയിം അത്ര നല്ലതല്ല. അത് കണ്ട് റെഡ് ബ്ലസ്റ്റർ വെള്ളത്തിൽ ഒരു വാട്ടർ സൃഷ്ടിക്കുന്നു. ചുഴിയിൽ കുടുങ്ങിയ ഫിഷുകൾ വട്ടം കറങ്ങിക്കൊണ്ട് നേരെ ജേക്കബിന്റെ കൈകളിലേക്ക് ചാടി വന്നു. അങ്ങനെ അവർക്ക് ധാരാളം ഫിഷുകളും ലഭിച്ചു. അവർക്കൊപ്പമുള്ള ചെറിയ ബ്ലൂ ക്രിയേച്ചർ പോലും ഇത്രയും ഭക്ഷണം കിട്ടിയതോടെ വയർ നിറഞ്ഞു കിടക്കുകയാണ്. രാത്രിയായപ്പോൾ ശക്തമായ ഒരു സ്റ്റോം അവരെ തേടിയെത്തി. വലിയ തിരമാലകളും മിന്നലും കാരണം സുരക്ഷിതമായ ഇടം തേടേണ്ടി വരുന്നു. അവസാനം അവർ റെഡ് ബ്ലസ്റ്ററിന്റെ നോസ്ട്രൽസിന്റെ ഉള്ളിൽ തന്നെ ഷെൽട്ടർ എടുക്കുന്നു. സ്റ്റോമിൽ നിന്ന് രക്ഷപ്പെടാൻ റെഡ് ബ്ലസ്റ്റർ കടലിന്റെ ആഴത്തിലേക്ക് മുങ്ങി. അവിടെ അവർ കാണുന്നത് അത്ഭുതകരമായ കടൽ ജീവികളെയാണ്. പക്ഷേ ജേക്കബിന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് പോയി. കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന മോൺസ്റ്റർ സ്കെൽട്ടൻസ്, അതോടൊപ്പം പഴയ ഷിപ്പ്രെക്സ്. ഇവയെല്ലാം കണ്ടപ്പോൾ ജേക്കബിന് ഒരു കാര്യം മനസ്സിലായി. നൂറ്റാണ്ടുകളായി നടന്ന ഈ മോൺസ്റ്റർ വാർ മനുഷ്യർക്കും കടൽ ജീവികൾക്കും ഒരുപോലെ നാശം മാത്രമാണ് സമ്മാനിച്ചത്. അതേസമയം ഇൻഎവിറ്റബിൾ കപ്പലിലെ സെയിലേഴ്സ് ബ്ലഡ് മൂൺ കണ്ട് ഭയപ്പെടുകയാണ്. അത് വിച്ച് തങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയതിന്റെ അടയാളമായാണ് അവർ വിശ്വസിച്ചത്. അപ്പോഴാണ് ക്യാപ്റ്റൻ ക്രോ കടലിൽ ഒരു വലിയ ഷോൾ വരുന്നത് ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതോടെ അവന് കാര്യം മനസ്സിലാകുന്നു. റെഡ് ബ്ലസ്റ്റർ അടുത്തെത്തുകയാണ്. അതിനിടെ ജേക്കബും മേഴ്സിയും ഒടുവിൽ റംപപ്പർ ഐലൻഡിൽ എത്തിച്ചേരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ മേഴ്സിക്ക് ഒരു ദുഃഖകരമായ കാര്യം മനസ്സിലായി. ജേക്കബ് അവളെ വീണ്ടും ഓർഫനേജിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റെഡ് ബ്ലസ്റ്ററുമായുള്ള സൗഹൃദം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചെങ്കിലും ജേക്കബ് ഇനിയും ആ ജീവിയെ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ലെന്ന് മേഴ്സിക്ക് അറിയാം. അതിനാൽ അവൾ ഒരു തീരുമാനമെടുത്തു. ജേക്കബ് അറിയാതെ റെഡ് ബ്ലസ്റ്ററിനെ വിട്ടുകളയാൻ അവൾ തയ്യാറാകുന്നു. ഇരുവരും ബീച്ചിലെത്തുമ്പോൾ മേഴ്സി റെഡ് ബ്ലസ്റ്ററിനോട് ഗുഡ് ബൈ പറഞ്ഞു. ജേക്കബും അതിനോട് ഓക്കാർഡായി യാത്ര പറയുന്നു. ഇനി മുതൽ കടലിൽ മോൺസ്റ്റർ ഹണ്ടിങ് ചെയ്യില്ലെന്ന് അവൻ തീരുമാനിച്ചു. പക്ഷേ അവർ യാത്ര പറയുന്നതിനിടയിൽ റെഡ് ബ്ലസ്റ്റർ പെട്ടെന്ന് എന്തോ അപകടം മണക്കുന്നു. അത് അടുത്തുള്ള ഒരു ഹില്ലിന്റെ മുകളിലേക്ക് കയറി. അവിടെ നിന്നും എല്ലാവരും കടലിലേക്ക് നോക്കി. ദൂരെ അതാ ഒരു വലിയ കപ്പൽ. അത് റോയൽ നേവിയുടെ ഇംപറേറ്റർ ആണ്. ജേക്കബ് ഉടൻ തന്നെ റെഡ് ബ്ലസ്റ്ററിനെ ആക്രമിക്കരുതെന്ന് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു സെയിലർ തന്റെ ഗൺ ജേവിയുടെ നേരെ ചൂണ്ടി. അതോടെ റെഡ് ബ്ലസ്റ്റർ വീണ്ടും കോപാകുലനായി. അത് നേരെ ഇംപറേറ്ററിന്റെ നേരെ പാഞ്ഞെടുത്തു. ഇംപറേറ്റർ ഉടൻ കനോൺസ് തുറക്കുന്നു. വെടിയുണ്ടകൾ റെഡ് ബ്ലസ്റ്ററിന്റെ ശരീരത്തിൽ പതിച്ചു. ആ ആക്രമണത്തിന്റെ ആഘാതത്തിൽ മേഴ്സി നിലത്തേക്ക് തെറിച്ചു വീണ് ബോധരഹിതയായി. അതേസമയം റെഡ് ബ്ലസ്റ്റർ ചെറിയ ബോട്ട്സ് പലതും മറിച്ചിട്ടു. അവസാനം ഭീമൻ ഇംപറേറ്ററിന്റെ നടുവിലൂടെ തന്നെ ഇടിച്ചു കയറി. ഒറ്റ ആക്രമണത്തിൽ കപ്പൽ രണ്ടായി പിളർന്നു. നേവി ജനറലിനെ വിഴുങ്ങാനൊരുങ്ങുന്ന നിമിഷത്തിൽ ജേക്കബ് ഒരു വാർണിംഗ് ഷോട്ട് വെടിവെച്ച് റെഡ് ബ്ലസ്റ്ററിന്റെ കഴുത്തിലടിക്കുന്നു. അപ്പോഴാണ് സ്ഥിതി കൂടുതൽ വഷളാകുന്നത്. മേഴ്സി നിലത്ത് ബോധരഹിതയായി കിടക്കുന്നത് റെഡ് ബ്ലസ്റ്റർ കാണുന്നു. അവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമെന്ന് കരുതി അത് കൂടുതൽ രോഷാകുലനായി. അതിനിടയിൽ ദൂരത്ത് ചില ഫ്ലൈസ് തെളിഞ്ഞു. റെഡ് ബ്ലസ്റ്റർ അവിടേക്ക് നോക്കി. അത് ക്യാപ്റ്റൻ ക്രോയുടെ കപ്പൽ ഇൻഎവിറ്റബിൾ ആണെന്ന് മനസ്സിലായി. ക്രോയുടെ കപ്പലിൽ സെയിലേഴ്സ് ഇതിനകം തന്നെ വിച്ച് നൽകിയ ലീതൽ ഹാർപ്പൂൺ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേക പോയിസൺ നിറച്ചിരിക്കുന്നു. റെഡ് ബ്ലസ്റ്റർ കുറച്ചടി മാത്രം അകലെ എത്തിയപ്പോൾ ക്രോ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്തു. ഭീകരമായ ശക്തിയോടെ ആ റോക്കറ്റ് ഹാർപ്പൂൺ റെഡ് ബ്ലസ്റ്ററിന്റെ ശരീരത്തിൽ കുത്തിയിറങ്ങി. പോയിസൺ ഉടൻ പ്രവർത്തിച്ചു. റെഡ് ബ്ലസ്റ്റർ ഗുരുതരമായി പരിക്കേറ്റ് പൂർണ്ണമായി നിശ്ചലമായി. അവസാനം ക്യാപ്റ്റൻ ക്രോ അതിന്റെ മുകളിൽ കയറി. റെഡ് ബ്ലസ്റ്ററിനെ ജീവനോടെ തന്നെ കിങ്ഡത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് അവൻ പ്രഖ്യാപിച്ചു. സെയിലേഴ്സ് വലിയ റോപ്സ് ഉപയോഗിച്ച് റെഡ് ബ്ലസ്റ്ററിനെ ഒരു ഭീമൻ നെറ്റിൽ കെട്ടിയിട്ടു. അപ്പോഴാണ് ക്രൂവിലെ ഒരാൾ മറ്റൊരു ബോട്ട് അടുത്തെത്തുന്നതായി അറിയിക്കുന്നത്. ക്രോ സ്പൈ ഗ്ലാസ് എടുത്ത് നോക്കിയപ്പോൾ അവൻ കാണുന്നത് ജേക്കബും മേഴ്സിയും ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാണ്. കുറച്ചു സമയത്തിന് ശേഷം മേഴ്സി ബോധം വീണ്ടെടുക്കുന്നു. കണ്ണു തുറന്ന ഉടൻ അവൾ കാണുന്നത് ക്യാപ്റ്റൻ ക്രോ ജേക്കബിനെ ശകാരിക്കുന്നതാണ്. ഒരു മോൺസ്റ്ററിനൊപ്പം ട്രൂസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത് തികച്ചും അംഗീകരിക്കാനാകാത്ത കാര്യമാണെന്ന് ക്രോ പറയുന്നു. മേഴ്സിക്ക് അത് കേട്ട് കടുത്ത ദേഷ്യം വന്നു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് തന്റെ നൈഫ് എടുത്ത് ക്രോയെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജേക്കബ് ഉടൻ അവളെ തടഞ്ഞു. മേഴ്സിയെ വീണ്ടും കിടക്കയിൽ കിടത്തി ഉറങ്ങാൻ അയച്ച ശേഷം ജേക്കബ് ക്രോയുടെ മുറിയിലേക്ക് പോയി. പിന്നീട് സാറ മേഴ്സിയെ സന്ദർശിക്കുന്നു. റെഡ് ബ്ലസ്റ്ററിനെ ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ലെന്ന് മേഴ്സി സാറയോട് പറഞ്ഞു. അതിനെ വിട്ടയക്കാൻ സഹായിക്കണമെന്നും അവൾ അപേക്ഷിച്ചു. സാറക്കും ഇത് ശരിയല്ലെന്ന് അറിയാം. പക്ഷെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവൾ മേഴ്സിയെ ആശ്വസിപ്പിച്ചു. അതിനിടെ ഇന്നവിറ്റബിൾ കിണറ്റിലേക്ക് അടുക്കുകയാണ്. മേഴ്സി തന്റെ മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ പലതവണ ശ്രമിച്ചു. അപ്പോഴാണ് അവൾ പ്രതീക്ഷിക്കാത്ത ഒരു വിസിറ്ററിനെ കാണുന്നത്. അത് ആ ചെറിയ ബ്ലൂ ക്രിയേച്ചർ ആണ്.
അത് കപ്പലിന്റെ ഹള്ളിൽ കയറി മേഴ്സിയുടെ ബെഡ്റൂം വിൻഡോന്റെ അടുത്തെത്തി. വിൻഡോ അടിച്ചു തുറക്കുന്നു. അത് കണ്ട മേഴ്സി വളരെയേറെ സന്തോഷിച്ചു. പക്ഷേ സമയം കളയാനാവില്ല. അവൾ തന്റെ കയ്യിലുള്ള മോൺസ്റ്റർ സ്റ്റോറി ബുക്സ് എടുത്ത് പരിശോധിച്ചു. പല പുസ്തകങ്ങളിലും മോൺസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ തന്നെയാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ മേഴ്സിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി. ഈ ക്രിയേച്ചേഴ്സിന് റോയാലിറ്റിയുമായി ബന്ധപ്പെട്ട അതേ സിമ്പിൾ തന്നെയുണ്ട്. അപ്പോൾ അവൾക്ക് സംശയം തോന്നി. മോൺസ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ മനുഷ്യരെ ആക്രമിച്ചിരുന്നില്ലെങ്കിൽ രാജാവ് തന്നെയാണോ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചത്? തലമുറകളായി മോൺസ്റ്റേഴ്സ് അപകടകാരികളാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ചത് ഒരു വലിയ നുണയാണെന്ന് മേഴ്സി മനസ്സിലാക്കി. അവൾ ഉടനെ തന്റെ സാധനങ്ങളുമായി റെഡ് ബ്ലസ്റ്ററിനെ കെട്ടിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് പോയി. വലിയ റോപ്സ് ഒന്നൊന്നായി നൈഫ് ഉപയോഗിച്ച് മുറിക്കാൻ അവൾ ശ്രമിക്കുന്നു. പക്ഷേ അത്രയും റോപ്സ് ഉള്ളതിനാൽ എല്ലാം മുറിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും. അതേസമയം മുഴുവൻ കിണ്ടവും ഒരു വലിയ ആഘോഷത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. ജനങ്ങൾ എല്ലാവരും റെഡ് ബ്ലസ്റ്ററിനെ കാണാനെത്തി. വർഷങ്ങളായി വേട്ടയാടിക്കൊണ്ടിരുന്ന ആ ഭീമൻ സീ മോൺസ്റ്റർ ഒടുവിൽ പിടിയിലായതിന്റെ സന്തോഷത്തിലാണ് അവർ. രാജാവ് വലിയൊരു പ്രഖ്യാപനം നടത്തി. റോയൽ നേവിയും ക്യാപ്റ്റൻ ക്രോയും മോൺസ്റ്റർ ഹണ്ടിങ്ങിൽ വിജയിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ ക്രോ അഭിമാനത്തോടെ റെഡ് ബ്ലസ്റ്ററിന്റെ ശരീരത്തിന്റെ മുകളിലൂടെ നടന്നു. എന്നിട്ട് അവൻ ജനങ്ങളോട് പറഞ്ഞു, താൻ തെളിയിച്ചത് ഹണ്ടേഴ്സിന് മാത്രമാണ് ഈ മോൺസ്റ്റേഴ്സിനെ കീഴടക്കാൻ കഴിയുക എന്നതാണ്. അവസാനം റെഡ് ബ്ലസ്റ്ററിനെ കൊല്ലാൻ അവൻ തന്റെ സ്പിയർ എടുക്കുന്നു. പക്ഷേ അതിനു മുന്നേ ജേക്കബ് മുന്നിലേക്ക് വന്നു. അവൻ ക്രോയോട് സ്പിയർ താഴെയിടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ക്രോക്ക് അത് സഹിക്കാനായില്ല. ജേക്കബ് തന്റെ അപമാനമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ വാള് പുറത്തെടുത്തു. ഇരുവരും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ അവിടെ ആരംഭിച്ചു. റെഡ് ബ്ലസ്റ്ററിന്റെ ജീവൻ രക്ഷിക്കാനായി ജേക്കബ് ക്രോയോട് പോരാടുകയാണ്. പക്ഷേ പോരാട്ടത്തിനിടെ ക്രോ അവസരം മുതലെടുത്ത് ജേക്കബിനെ ശക്തമായി തള്ളി. ജേക്കബ് നേരെ വെള്ളത്തിലേക്ക് വീണു. ഇനി റെഡ് ബ്ലസ്റ്ററിന്റെ അവസാനം അടുത്തെത്തിയെന്ന് തോന്നുന്നു. അപ്പോഴാണ് സാറ മേഴ്സിയുടെ അടുത്തേക്ക് എത്തുന്നത്. അവൾ ഒടുവിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. മേഴ്സിയെ സഹായിക്കാൻ സാറ തന്റെ സോഡ് ഉപയോഗിച്ച് റെഡ് ബ്ലസ്റ്ററിനെ ബന്ധിപ്പിച്ചിരുന്ന റോപ്പ് മുറിച്ചു. ഒറ്റ വെട്ടിൽ തന്നെ ബോൺസ് പൊട്ടി. റെഡ് ബ്ലസ്റ്റർ സ്വതന്ത്രമായി. പക്ഷേ പോയിസൺ ഇപ്പോഴും അതിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ജീവി ശക്തിയില്ലാതെ കപ്പലിന് മുകളിലേക്ക് വീണു. അതിന്റെ ഭാരം കാരണം കപ്പലിന്റെ ഒരു ഭാഗവും പാലസിന്റെ ഒരു ഭാഗവും തകർന്നു പോയി. നേവി ഫ്ലീറ്റ് ഉടൻ കനോൺസ് റെഡ് ബ്ലസ്റ്ററിന്റെ നേരെ തിരിക്കുന്നു. പോയിസൺ കാരണം വളരെ ബുദ്ധിമുട്ടാണെങ്കിലും റെഡ് ബ്ലസ്റ്റർ വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന് കഴിയുന്നില്ല. അത് വീണ്ടും നിലത്തേക്ക് തകർന്നു വീണു. ക്യാപ്റ്റൻ ക്രോ ചില സ്റ്റാറ്റ്യൂസിന്റെ കയ്യിൽ നിന്നൊരു സ്പിയർ എടുക്കാൻ ഓടുകയാണ്. ക്രോ വീണ്ടും അതിനെ കൊല്ലാൻ വരുന്നു. അത് കണ്ട റെഡ് ബ്ലസ്റ്റർ അവസാനത്തെ ശക്തിയും ഉപയോഗിച്ച് ക്രോയുടെ നേരെ പാഞ്ഞെടുത്തു. അത് ക്രോയെ വിഴുങ്ങാൻ പോകുന്ന നിമിഷം മേഴ്സി പെട്ടെന്ന് അവരുടെ ഇടയിൽ കയറി നിൽക്കുന്നു. റെഡ് ബ്ലസ്റ്റർ ഉടൻ നിന്നു. ജേക്കബും അവിടെ എത്തി. അവൻ ക്രോയുടെ കയ്യിൽ നിന്ന് സ്പിയർ പിടിച്ചെടുത്ത് രണ്ടായി ഒടിച്ചു. ആ സ്പിയർ തകർന്നതോടെ ഒരു വലിയ സിമ്പിൾ പോലെ അത് മാറി. മോൺസ്റ്റർ ഹണ്ടിങ് ഇവിടെ അവസാനിച്ചു. അത് കണ്ട രാജാവും മുഴുവൻ ജനങ്ങളും ഞെട്ടിപ്പോയി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പോൾ മേഴ്സി റെഡ് ബ്ലസ്റ്ററിന്റെ തലയിൽ കയറി ജനങ്ങളെ നോക്കി സംസാരിക്കാൻ തുടങ്ങി. രാജ്യം എഴുതിയ മോൺസ്റ്റർ ബുക്സ് എല്ലാം നുണകളാണെന്ന് അവൾ പറഞ്ഞു. ഈ കടൽ ജീവികൾ സാധാരണ മനുഷ്യരെ ആക്രമിച്ചിരുന്നില്ല. തലമുറകളായി മൊണാക്സ് തന്നെയാണ് ഇവരെ ഡേഞ്ചറസ് മോൺസ്റ്റേഴ്സായി ചിത്രീകരിച്ചത്. ജനങ്ങളെ മോൺസ്റ്റേഴ്സിനെ ഭയക്കാനും വെറുക്കാനും പഠിപ്പിച്ചു. അങ്ങനെയാണ് മനുഷ്യരും കടൽ ജീവികളും തമ്മിലുള്ള ഈ യുദ്ധം ആരംഭിച്ചത്. മേഴ്സിയുടെ വാക്കുകൾ കേട്ട് രാജാവും രാജ്ഞിയും രോഷാകുലരാകുന്നു. അവൾക്ക് മറുപടി നൽകാതെ ജനറലിനോട് വീണ്ടും കനോൺസ് ഫയർ ചെയ്യാൻ രാജാവ് ഉത്തരവിട്ടു. പക്ഷേ ഇത്തവണ ജനങ്ങൾ രാജാവിന്റെ ഉത്തരവിനെതിരെ ശബ്ദമുയർത്തി. റെഡ് ബ്ലസ്റ്ററിനെ വിട്ടയക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ പ്രതികരണം കണ്ട ജനറൽ ഒടുവിൽ തന്റെ വാള് താഴെയിടുന്നു. ഈ യുദ്ധം യഥാർത്ഥത്തിൽ എങ്ങനെ ആരംഭിച്ചു എന്ന് താനും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൻ പറഞ്ഞു. മൊണാർക്കിന്റെ ഉത്തരവ് അനുസരിക്കാതെ അവൻ തന്റെ തീരുമാനമെടുക്കുന്നു. അങ്ങനെ വലിയൊരു മാറ്റത്തിന് അവിടെ തുടക്കമായി. ജേക്കബും മേഴ്സിയും റെഡ് ബ്ലസ്റ്ററിന്റെ തലയിൽ കയറി കടലിലേക്ക് പുറപ്പെട്ടു. അവരുടെ മുന്നിൽ ഇനി വേട്ടയാടാനുള്ള മോൺസ്റ്റേഴ്സ് ഇല്ല. ഭയവും വെറുപ്പും നിറഞ്ഞ പഴയ ലോകത്തിനു പകരം പുതിയൊരു ലോകമാണ് അവരെ കാത്തിരിക്കുന്നത്. ഇനി മനുഷ്യരും കടൽ ജീവികളും തമ്മിൽ യുദ്ധമില്ല. റെഡ് ബ്ലസ്റ്ററിനൊപ്പം ജേക്കബും മേഴ്സിയും പുതിയ ജീവിതം ആരംഭിച്ചു. അവസാനം അവർ ഒരു ഫാമിലി പോലെ ജീവിക്കുന്നു. ഒരു കാലത്ത് കടലിലെ ഏറ്റവും ഭീകരമായ മോൺസ്റ്ററായി എല്ലാവരും കരുതിയിരുന്ന റെഡ് ബ്ലസ്റ്റർ ഇപ്പോൾ ജേക്കബിന്റെയും മേഴ്സിയുടെയും ഏറ്റവും അടുത്ത സുഹൃത്താണ്. അങ്ങനെ മോൺസ്റ്റർ ഹണ്ടിങ് അവസാനിക്കുകയും കടലിലെ പുതിയൊരു കഥ ആരംഭിക്കുകയും ചെയ്യുന്നു. അതോടെ ഈ സ്റ്റോറി ഇവിടെ മനോഹരമായി അവസാനിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്റ്റോറി ഇവിടെ എൻഡ് ചെയ്തു. നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ നെക്സ്റ്റ് മൂവി ആയിട്ട് വീണ്ടും കാണാം. ബൈ.